Hey guys, this is Best Carpix. നമ്മുടെ പുതിയ കുഷാക് ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ബേസ് മോഡൽ കണ്ട് നമ്മളെല്ലാവരും ഇമ്പ്രസ് ആയതാണ്. കാരണം ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, അതായത് അലോയ് വീൽസ്, LED ഹെഡ്ലൈറ്റ്സ്, ഓട്ടോ ഡിമിങ്, ഓട്ടോ AC, അങ്ങനെ കുറേ ഫീച്ചേഴ്സ്, ഈവൻ സൺറൂഫ് വരെ ഒരു ബേസ് മോഡൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന പുതിയ ഫോക്സ് വാഗൻ ടൈഗൺ ഫേസ് ലിഫ്റ്റിൻ്റെ കുറച്ച് ലീഗ് ഡിമേഴ്സ് ആണ്. പക്ഷേ ഇതിന് പ്രത്യേകത ഉണ്ട്, ബാക്കി വണ്ടികൾ പോലല്ല ഇപ്രാവശ്യം അവർ പ്രത്യേകിച്ച് കവറും ചെയ്തിട്ടില്ല. ക്യാമഫ്ലാജ് ഒന്നും ഈ വണ്ടിയിലില്ല. അതായത് കുറച്ച് സ്ഥലത്തുണ്ട്, പക്ഷേ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ക്യാമഫ്ലാജ് ഇല്ല. അതുകൊണ്ട് ഡിസൈൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ഡിഫറൻസസ് എല്ലാം തന്നെ കാണാം. ഹെഡ്ലൈറ്റ്സ് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് അത്യാവശ്യം നല്ല വലിയ സൈസുള്ളൊരു ഹെഡ്ലാമ്പ്സ് ആയിരുന്നു ഫ്രണ്ടിൽ വന്നുകൊണ്ടിരുന്നത്. അതിപ്പോൾ സ്ലിക്കർ ലൈറ്റ്സ് ആയിട്ടുണ്ട്. അതുപോലെ ആ ഒരു എൻഡിലേക്ക് വരുമ്പോൾ, അതായത് ലോഗോയുടെ അടുത്തോട്ടേക്ക് വരുമ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ അതായത് സൈസ് ചെറുതായി വരുന്നുണ്ട്. ആൻഡ് നമുക്ക് DRLs വരുന്നുണ്ട്. നമുക്ക് ടോപ്പിലായിട്ട് കണക്റ്റഡ് DRLസിൻ്റെ പൊസിഷനും അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മിക്ക പുതിയ ഫോക്സ് വാഗൻ്റെ വാഹനങ്ങളും വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ ലോഗോ നോക്കിയാലും നമുക്ക് അവിടെ ഒരു ഇലുമിനേഷൻ കാണാം. നിങ്ങളിപ്പോൾ ഈ അടുത്തിറങ്ങി നമ്മുടെ ടൈറൺ ആയിക്കോട്ടെ, അതിൻ്റെ പിന്നെ നമ്മുടെ ഗോൾഫ് GTI, ഇതൊക്കെ നമുക്ക് ഫ്രണ്ടിൽ ലോഗോ അടക്കം ഇലുമിനേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. സോ അത് തന്നെ അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കാണാൻ അത്യാവശ്യം രസമുണ്ട്. രാത്രിയൊക്കെ വരുമ്പം ഒരു പ്രത്യേക ലുക്ക് ഉണ്ടാവുമായിരിക്കും. എനിക്ക് ലോഗോ ഇലുമിനേഷനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. ആൻഡ് അതല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലത്തെ മറ്റേ ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഫോഗ് ലാംപ്സ് അവർ ടെസ്റ്റിങ്ങിൽ കൊടുത്തിട്ടില്ല. അതിന് പകരം അവിടെ പുതിയൊരു ഡിസൈൻ എലമെൻ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ടൈഗണിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല. അതായത് കുറച്ചിങ്ങനെ വര പോലത്തെ ഒരു ക്രോമുള്ള പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് 2 ലൈൻസിൻ്റെ. സോ അതാണ് ഫ്രണ്ടിൽ വരുന്ന ഡിഫറൻസ്. പിന്നെ നമുക്ക് താഴത്തെ ചെറിയ സിൽവർ സ്കിറ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും, ഈ വണ്ടി ആക്ച്വലി ഒരു ടെസ്റ്റ് ചെയ്യുന്ന ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലാണ്. അത് ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഇവർ മെക്സിക്കോയിലും വേറെ പല സ്ഥലങ്ങളിലുമായിട്ട് നമ്മുടെ ടിഗ്വാൻ ബേസ് ചെയ്തിട്ടുള്ള വണ്ടി, അതായത് T-Cross എന്നാണ് എൻ്റെ പേര്, ആ വണ്ടി വിൽക്കുന്നുണ്ട്. ഏകദേശം അതുപോലൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ടൈഗൺ ഫേസ് ലിഫ്റ്റ് എന്ന് കുറച്ച് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുണ്ട്. ഇവർ മിക്കവാറും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വണ്ടി, അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് ഒരു ടൈഗൺ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയുള്ള വണ്ടിയുടെ ടെസ്റ്റിംഗ് ആയിരിക്കും ഈ ക്യാമഫ്ലാജ് ഒന്നും ഇല്ലാതെ നടത്തുന്നത്. പക്ഷേ എന്തായാലും നമ്മുടെ വണ്ടിയും ഏകദേശം സിമിലർ ആയിരിക്കും നമുക്ക് പറയാം. നന്നായിട്ട് പട്ടി വരയ്ക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും മിക്കവാറും. സോ ഇനി അതാണ് അതിൻ്റെ കാര്യം. സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, വ്യത്യാസമില്ല എന്നുള്ളത് ഒരു ചെറിയ പ്രശ്നമാണ്. കാരണം നമുക്ക് മിറേഴ്സിൽ താഴത്തെ ബൾജിങ് കൊടുത്തിട്ടില്ല. സോ കുഷാക് ഫേസ് ലിഫ്റ്റ് 360 ക്യാമറ അവർ ഒഴിവാക്കിയതുപോലെ തന്നെ ഈ വണ്ടിയിലും ഫോക്സ് വാഗൻ ആക്ച്വലി ഒഴിവാക്കിയിട്ടുണ്ട്. അതവർ കൊടുക്കേണ്ട ഒരു സംഭവമായിരുന്നു. കാരണം ഈ സെഗ്മെൻറ്റ് നല്ല, ഇതിൻ്റെ താഴത്തുള്ള സെഗ്മെൻറ്റുള്ള വണ്ടികൾ വരെ വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. പിന്നെ നമുക്ക് സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് കിട്ടുന്നുണ്ട്. മോൾഡ് റൂഫ് റെയിൽസ് കിട്ടുന്നുണ്ട്, സിൽവർ ഫിനിഷ്. ആൻഡ് താഴത്തും വീലാർ സ്ലൈഡിങ് സാധനങ്ങളൊക്കെ നോർമലുള്ള പോലെ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മൾ കണ്ട അത്രയും വ്യത്യാസം റിയറിലില്ല. ടെയിൽ ലാംപ്സിൻ്റെ അകത്ത് ഇൻസേർട്സ് ആക്ച്വലി മാറിയിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു സിലോട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം സെയിം ആണ്. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ മൊത്തത്തിലൊരു ബ്ലാക്ക് ഡോട്ട് ഫിനിഷ്, അതായത് ടൈഗൺ ആദ്യം വന്ന സമയത്ത് അത് അത്യാവശ്യം നല്ലൊരു ലുക്കായിരുന്നു. ആ സമയത്ത് വേറെ വണ്ടികളൊന്നും അങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ടില്ല, കുറച്ച് എക്സ്ക്ലൂസീവ് ആയിരുന്നു. പിന്നെ നമുക്കിപ്പോൾ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നോമായി. എല്ലാ വണ്ടികളും കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ്. പക്ഷേ ഏതായാലും ഇതിനകത്ത് അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അകത്തെ എലിമെൻറ്റ്സ് കുറച്ച് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈൻ ഡെഫിനറ്റ്ലി ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് അവർ മാറ്റും. അവിടെ ചെറിയൊരു ക്രോം എലിമെൻ്റ് താഴെ ടിപ്പിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിഫ്ലക്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു സ്പോയിലർ റൂഫിൽ അവൈലബിൾ ആണ്. നമ്മുടെ വൈപ്പറിൻ്റെ ഡിസൈൻ അത് കുഷാക് ഫേസ് ലിഫ്റ്റിൽ അവർ അതിൻ്റെ അകത്ത്, അതായത് പുറത്തൊരു ചെറിയ കവറിങ് ഉണ്ടല്ലോ, അതെല്ലാം ഭയങ്കര ചീപ്പ് ഫിനിഷിംഗ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് മാറ്റിയിട്ടൊന്നുമില്ല, സെയിം സംഭവം തന്നെയാണ് ഈ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവർ മാറ്റാൻ സാധ്യതയുള്ള വേറൊരു സംഭവം അലോയ് വീൽസ് ആണ്. നമുക്ക് കുഷാക് ഫേസ് ലിഫ്റ്റിലും അലോയ് വീൽസ് മാറി കിട്ടിയായിരുന്നു. ഈ വണ്ടിയിലും ഡെഫിനറ്റ്ലി അത് കൊടുക്കേണ്ടതാണ്. മിസ് ഔട്ട് ആയി പോകുന്നൊരു സംഭവം നമ്മുടെ എഡാസ്, അതായത് അഡ്വാൻസ് സർവീസ് സിസ്റ്റം ആണ്. അതും കുഷാക് ഫേസ് ലിഫ്റ്റ് വരുന്നതിന് മുന്നേ ഓട്ടോക്കാരൻ തന്നെ റിപ്പോർട്ട് ചെയ്താണ് 8 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക്കും പിന്നെ എഡാസ്, അതുപോലെ പാനോറമിക് സൺറൂഫ്. പാനോറമിക് സൺറൂഫ് അവർ പറഞ്ഞ പോലെ തന്നെ വന്നു. മസാജിങ് സീറ്റ്സ് അവർ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ അത് എക്സ്ട്രാ വന്ന ഫീച്ചറാണ്. അതെന്തായാലും കുഷാക്കിൽ വന്ന സ്ഥിതിക്ക് ഈ വണ്ടിയിൽ നമുക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ വരാതിരുന്ന സംഭവം എഡാസും 360 ക്യാമറ ആണ്. എഡാസും വേണമെങ്കിൽ അവർക്ക് കൊടുക്കായിരുന്നു. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഒട്ടുമിക്ക എല്ലാ വണ്ടികളിലും ഉള്ളൊരു ഫീച്ചർ തന്നെയാണിത്. സോ ഇപ്പോഴും ഫോക്സ് വാഗനും സ്കോഡ എന്തുകൊണ്ടാണ് അക്കാര്യങ്ങളിൽ ഒരു മടി കാണിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തിലും കൂടുതലായി. അത് കഴിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ഫേസ് ലിഫ്റ്റ് തന്നെ ഇറക്കുന്നത്. അങ്ങനെ ഫേസ് ലിഫ്റ്റ് ഇറക്കുമ്പോഴെങ്കിലും കൊടുക്കാൻ വേണ്ടി ആയിരിക്കണമല്ലോ ഒരു വണ്ടി ഫീച്ചേഴ്സൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവുക. സാധാരണ കമ്പനികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് ഫീച്ചേഴ്സ് ഇപ്പോൾ ഒഴിവാക്കിയിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഫേസ് ലിഫ്റ്റ് ഇറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് കൊടുക്കും. ഇതിപ്പോൾ അവർ അതുപോലും ചെയ്യാനുള്ള ഗ്യാപ്പ്, അതായത് ഇനിയൊരു 1 വർഷം കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഫേസ് ലിഫ്റ്റ് ഇറക്കണമെന്ന് തോന്നുന്നു, ഓർ അപ്ഡേറ്റ് കൊടുക്കണമായിരിക്കും. അതിന് വേണ്ടി വെറുതെ വിട്ടിരിക്കുകയാവാം, അത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇതിനെ ഫേസ് ലിഫ്റ്റ് ഒരു പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ 3-4 വർഷം ഇനി എടുക്കും. ചിലപ്പോൾ അപ്പോഴേക്കും ജനറേഷൻ മാറാനും സാധ്യതയുണ്ട്. പക്ഷേ ജനറേഷൻ മാറുന്നതിനെ പറ്റിയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒന്നും അവിടെ വന്നിട്ടില്ല. എനിവേ പവർ ഓപ്ഷൻസിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുഷാക്കിൽ 1 ലിറ്റർ ടർബോ പെട്രോൾ, അതായത് 1 ലിറ്റർ TSIയിൽ 8 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്, സെയിം ACൻ്റെ ട്രാൻസ്മിഷൻ തന്നെയാണ്. പക്ഷേ അത് നേരത്തെ 6 സ്പീഡ് ആയിരുന്നു, ഇപ്പോൾ 8 സ്പീഡ് ആയിട്ടുണ്ട്. ഇതുവരെ ഈ വണ്ടിയുടെ മീഡിയ ഡ്രൈവ് വീഡിയോസ് ഒന്നും വരാത്തതുകൊണ്ട്
ടെസ്റ്റ് ഡ്രൈവ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് വണ്ടി അങ്ങനെ എത്തി തുടങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയായിരിക്കും ഓടിക്കാൻ എന്നുള്ള കാര്യം അറിയില്ല. 8 സ്പീഡ് കൂടുതലും മൈലേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ എമിഷൻസും കമ്പാരിറ്റീവ്ലി ടെസ്റ്റിങ്ങിൻ്റെ സമയത്തൊക്കെ കുറച്ച് കുറവായിരിക്കും. സോ അങ്ങനത്തെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. ആൻഡ് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് അനുസരിച്ച് അവർക്ക് പണ്ട് 6 സ്പീഡ് ടോക്കൺ കൺവേർട്ടറിന് കൊടുത്തുകൊണ്ടിരുന്നാലും കുറച്ചും കൂടെ കോസ്റ്റും ഇതിന് ആക്ച്വലി കുറവാണ് വരുന്നത് എന്നാണ് ഓട്ടോക്കാരൻ്റെ പറയുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ലാഭം തന്നെയാണ്. പിന്നെ ബാക്കി സംഭവം 1.5 TSIയുടെ കേസിൽ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. അതുപോലെ 150 PS 250 Nm ടോർക്കുമാണ് വരുന്നത്. ഡ്യുവൽ ക്ലച്ച് മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ആദ്യം ഡ്രൈവൺ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് മാനുവൽ ഉണ്ടായിരുന്നു 6 സ്പീഡ് 1.5 TSIയുടെ കൂടെ. പിന്നെ ഇടയ്ക്ക് വെച്ച് സ്കോഡയെ നിർത്തി ഫോക്സാനെ നിർത്തി എല്ലാവരൊക്കെ വിചാരിച്ചു മാനുവൽ എന്തായാലും ആരും എടുക്കുന്നില്ല, പിന്നെ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് കൊടുക്കുന്നതെന്ന്. പക്ഷേ 1 ലിറ്റർ എഞ്ചിൻ അതിന് പവർ ഫിഗേഴ്സ് ഒക്കെ സെയിം ആണ്. 115 PS 178 Nm ടോർക്കാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ടൈഗൺ ഫേസ് ലിഫ്റ്റിൻ്റെ കാര്യം. ഇതിന് ഒഫീഷ്യൽ ലോഞ്ച് വന്നിട്ടില്ല. അതിപ്പോൾ ജാനുവരിയിലാണ് നമ്മുടെ കുഷാക് ഫേസ് ലിഫ്റ്റ് അവർ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇനി ഇതുവരെ ആ വണ്ടി ലോഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ടൈഗൺ ഇപ്പോൾ ഇറങ്ങും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാമല്ലോ. ഒരു വണ്ടി കാണിച്ചാൽ തന്നെ പിന്നെ 2-3 മാസം എടുക്കും വണ്ടി ഇറങ്ങാൻ. ഇതൊക്കെയാണ് ഇവന്മാരുടെ വേറൊരു പ്രശ്നം. വണ്ടി കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറക്കണം. അറ്റ്ലീസ്റ്റ് 1-1.5 മാസം കൊണ്ടെങ്കിലും ഇറക്കണം. ഈ 2 മാസത്തേക്ക് ഒരു അപ്ഡേറ്റും ഇല്ലാതെ വെറുതെ അങ്ങ് മറന്നു കളയരുത്. ഇപ്പോൾ കുഷാക്കിൻ്റെ ബേസ് മോഡൽ അവർ അന്ന് അത്രയും ഫീച്ചേഴ്സ് കൊടുക്കുന്നതൊക്കെ വലിയൊരു സംഭവമായിട്ട് പറഞ്ഞാൽ, പക്ഷേ ബേസ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു ഇൻട്രസ്റ്റ് വന്നേനെ. പിന്നെ വണ്ടിയെ കാണിച്ചിട്ടില്ല, അതങ്ങനെ വിട്ടു. പിന്നെ ഡീലർഷിപ്പിൽ അങ്ങനെ എത്തി തുടങ്ങിയിട്ടൊന്നുമില്ല. സോ ഇതൊക്കെ ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ ഇവർക്ക് മൊത്തത്തിൽ വണ്ടിയുടെ ഒരു ഡിമാൻഡ് കൂട്ടാവുന്നുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഇനി നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.